ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഈ വരികൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. നമ്മൾ വെറുതെ പാടുമെങ്കിലും ഇതിലെ വാക്കുകൾ ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത്രത്തോളം ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണെന്നുള്ളത് അറിയുമ്പം നമ്മളെ മകളെന്നൊക്കെയാണ് വിളിക്കുന്നത്. നമ്മളെ ഇനി കരയാൻ അനുവദിക്കില്ല എന്ന്. സത്യമായിട്ടോ, എന്നെ കരയാൻ അനുവദിച്ചില്ല. ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേക്ക് മെയ് 20 നല്ല കരച്ചിലായിരുന്നു. NCLEX എക്സാം എഴുതി ഞാൻ പൊട്ടി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തെ ബർത്ത്ഡേക്ക് ഞാൻ കരയേണ്ടേ വന്നിട്ടുള്ള ഒരു ബർത്ത്ഡേ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വർഷം മാതാവിനോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് എനിക്ക് ഒരു ഫെയിലിയർ തന്നെ എന്നെ ഒരുപാട് കരയിപ്പിച്ചു. പക്ഷേ ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേക്ക് മുപ്പാടായിട്ട് എനിക്ക് AHS ആൽബർട്ട ഹെൽത്ത് സർവീസിൽ എനിക്ക് ജോലി വേണം, എനിക്ക് ജോലി വാങ്ങിച്ചു തരണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ മാതാവ് ഇത്രയ്ക്കത് സീരിയസ് ആയിട്ട് എടുത്ത് ഞാൻ അമ്മയുടെ സ്വന്തം മകളാണെന്ന് അടിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ബർത്ത്ഡേയുടെ ദിവസം തന്നെ എനിക്ക് ജോബ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെയിൽ വന്നപ്പം ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ആ ഒരു ഷോക്കിൽ ഞാനന്ന് തുടക്കത്തിലേ കരച്ചിലായിരുന്നു. ഹോളി മാസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് മെയിൽ കണ്ടപ്പം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ മുൻപ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചെങ്കിലും മുൻപൊന്നും വേണ്ട, നീ അന്നത്തെ ദിവസം തന്നെ നിൻ്റെ ബർത്ത്ഡേയുടെ അന്നും തന്നെ ഞാൻ നിൻ്റെ കരച്ചിൽ ഞാൻ മാറ്റും എന്നുള്ള രീതിയിൽ ഒരെണ്ണം ആ ജോബ് ഓഫർ വന്നപ്പം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് കരഞ്ഞു. പക്ഷേ അമ്മ മാതാവേ, എനിക്ക് നന്നായിട്ട് അറിയാം, ഇറ്റ്സ് നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ്. അത് ഉറപ്പാണ്. അത് 100%, 101% എനിക്ക് ഉറപ്പാണ്. അമ്മയുടെ അനുഗ്രഹത്താലും അമ്മ ഈശോപ്പോട് പറഞ്ഞിട്ടുള്ള, എനിക്ക് വേണ്ടി പറഞ്ഞ വക്കാലത്ത് മാത്രമാണ് എനിക്ക് ജോലി മേടിച്ച് തന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാണ്. ഐ ലവ് യു അമ്മ.